ഈ 85 പൗണ്ട് അവിടുന്ന് കിട്ടി ഈ തുക സഭയുടെ പേരിൽ സഭയ്ക്ക് തിരുമേനിയുടെ കയ്യിൽ നേരിട്ട് ഏൽപ്പിക്കുകയാണോ അതോ അനാഥാലയത്തിന്റെ പേരിലേക്ക് കൊടുക്കുകയാണോ? അത് എന്റെ പേരിലാണ് അയച്ചു തന്നത്. അയച്ചു തന്നെങ്കിലും അത് ബെത്സൈദയുടെ പേരിലായിരുന്നു ചെക്ക് ബെത്സൈദയുടെ. ഇപ്പൊ ഇത്രയും വിവാദം ഉണ്ടായപ്പോൾ അവർ 85 പൗണ്ട് ഇങ്ങനെ അയച്ച് ബിഷപ്പിന്റെ പേർക്ക് തന്നു. കാരണം അച്ഛനുമായിട്ടും വാഗ്വാദം ഉണ്ടായെന്നാണ് എന്റെ അറിവ്, ആ പത്രക്കാരനുമായിട്ട്. അപ്പോൾ ഉണ്ടായപ്പോൾ എന്നാൽ അച്ഛൻ്റെ തരുന്നില്ല, നിങ്ങളുടെ ബിഷപ്പിന്റെ കയ്യിൽ തിരുമേനിയുടെ കയ്യിലേ കൊടുക്കുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് അവരൊരു ലെറ്റർ സഹിതം ഞങ്ങൾക്ക് കിട്ടിയ 85 പൗണ്ട് പത്രപരസ്യം കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ 85 പൗണ്ട് ഇതാ അയക്കുന്നു എന്നും പറഞ്ഞ് ബെത്സൈദയുടെ പേരിലാണ് അയച്ചത്. അത് പിന്നെ അതിന്റെ പകുതി പൈസ ബെത്സൈദയ്ക്ക് അച്ഛൻ്റെ കൊടുത്തു, പകുതി പൈസ സഭയ്ക്ക് വേണ്ടി. ഈ 85 പൗണ്ട് ഒരു വിവാദം ഒഴിവാക്കുന്നതിന് വേണ്ടി 85 പൗണ്ട് തന്ന് ഈ സംഭവം ഒഴിവാക്കാൻ ശ്രമിക്കുമായിരുന്നു എന്ന് തിരുമേനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം 85 പൗണ്ട് എത്ര ഉണ്ടെന്നുള്ളത് നമുക്കറിയാം, ഇന്ത്യൻ മണി എത്ര വരുമെന്നുള്ളത്. വളരെ തുച്ഛമായ ഒരു തുക തന്ന് സഭയും ഈ പത്രവുമായിട്ടുള്ള ഒരു വിവാദം, പത്രവുമായിട്ടുള്ള ഒരു പ്രശ്നം ഒഴിവാക്കുന്നതിലേക്ക് വേണ്ടി തന്നതാണോ എന്നുള്ളതാണ് ചോദ്യം. തന്നതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അത് മനഃപൂർവ്വം തന്നായിരിക്കാം. ഈ 85 പൗണ്ട് മനഃപൂർവ്വം തന്നാണെന്ന് ഞാനങ്ങ് വിശ്വസിക്കുക. സഭയ്ക്ക് നല്ല രീതിയിൽ സ്വാധീനമുള്ള ഒരു മേഖലയാണ് ബ്രിട്ടൻ. ആ ബ്രിട്ടനില് ഇത്ര 85 പൗണ്ട് മാത്രമാണോ ലഭിച്ചതെന്ന് അങ്ങേക്കൊരു സംശയമുണ്ട്? ഒരിക്കലും 85 പൗണ്ടായിട്ട് കിട്ടാൻ സാധ്യതയില്ല. നല്ല എമൗണ്ട് ആ പേരിൽ വന്നിട്ടുണ്ട്, അത് അവര് എടുത്തതാണെന്നാണ് അങ്ങ് വിശ്വസിക്കുന്നത്. അതെ, കാരണം ഞാൻ UK പോയിട്ടില്ലേലും UK-യിലും അമേരിക്കയിലും ഞാൻ പോയിട്ടില്ല, ഗൾഫ് പോയിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം അവിടുത്തെ പണത്തിന്റെ മൂല്യം എത്രയാണെന്ന്. അപ്പം തീർച്ചയായിട്ടും സഭയുടെ ഈ ആംഗ്ലിക്കൻ സഭയുടെ അടിസ്ഥാന കല്ലെന്ന് പറയുന്നത് ഇംഗ്ലണ്ടാണ്. അപ്പം തീർച്ചയായിട്ടും അവിടുത്തെ മലയാളികൾ എല്ലാവരും ആര് വായിച്ചാലും ലഭിക്കുന്ന രീതിയിലുള്ള ഒരു പോലും അതെ അതെ എത്രയോ ഇരട്ടി തുക വന്നു കാണും. ഈ 85 പൗണ്ട് എന്നുള്ള കൃത്യമായ അക്കൗണ്ട് ഇത് കാണിച്ചിരുന്നു, അക്കൗണ്ടിൽ ഇത്ര രൂപ വന്നിട്ടുള്ളൂ എന്നുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒന്നും കാണിച്ചില്ല. ഒരു ചെക്കല്ലേ തന്നത്, 85 പൗണ്ട് ബെത്സൈദയുടെ പേരിൽ ഒരു ചെക്കാണ് തന്നത്. അല്ലാണ്ട് നോബിളച്ചനെ ഈ ഇത്ര പേരാണ് ഇതിലേക്ക് സംഭാവന ചെയ്തിരിക്കുന്നത് അങ്ങനെയുള്ള യാതൊരു അതൊന്നും കാണിച്ചിട്ടില്ല, അതൊന്നും തന്നിട്ടില്ല. ഡീറ്റെയിൽസ് അങ്ങ് ആവശ്യപ്പെട്ടിരുന്നു, എത്ര പേര് സംഭാവന ചെയ്തിട്ടുണ്ട് കൂടുതൽ വിശദം നമ്മൾ ആവശ്യപ്പെട്ടൊന്നും അല്ല. നമ്മൾ ആവശ്യപ്പെട്ട് ആകെപ്പാടെ 85 പൗണ്ട് കിട്ടി. ആ 85 പൗണ്ട് നിങ്ങളുടെ സഭയ്ക്ക് തരുന്നു എന്നും പറഞ്ഞ് ബിഷപ്പിന്റെ പേരിൽ അവര് ചെക്ക് അയച്ചു തന്നു, അങ്ങോട്ട് പറഞ്ഞ് അയച്ചു തന്നു. അതിന്റെ റെസിപ്റ്റ് കാണണമെന്നോ അല്ലെങ്കിൽ അതിന്റെ രേഖ കാണണമെന്നോ ഒന്നും ഞാൻ ചോദിച്ചില്ല. പിന്നെ ആവശ്യമില്ലാതെ വിവാദങ്ങളിലേക്ക് ഇനിയും പോകണ്ട, സഭ അതിന് മുതിരുന്നില്ല, സഭയെ വലിച്ചഴക്കരുത്. അത് ഒരിക്കലും ശരിയായ ഒരു നടപടിക്രമമല്ല. ഒരു സഭ കാരണം പണത്തിന്റെ പേരില്ല, അതിന്റെ പേരിൽ ഒരിക്കലും ഒരു വിവാദത്തിന് ഞാനില്ല. ബഹുമാനപ്പെട്ട ബ്രിട്ടനിലെ മലയാളികളോട് എനിക്ക് പറയാനുള്ളത്, ഇതുപോലെ സഭയെ മുൻനിർത്തി ഒരുപാട് സാമ്പത്തികമായിരിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി മറ്റും മറ്റുള്ളവരുടെ ഹെൽപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് അപ്പീൽ പിന്നെ കൊടുക്കുകയും അവരുടെ സഹായങ്ങൾ വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ സഭയ്ക്ക് ഗുണകരമായിട്ട് ഇന്നുവരെയും പിന്നെ ലഭിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു അബദ്ധം ബ്രിട്ടനിലുള്ള മലയാളികൾക്ക് ഉണ്ടാകരുതെന്നുള്ള ഒരു പ്രാർത്ഥന എനിക്കുണ്ട്. അപ്പോൾ പ്രത്യേകം അവരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, തീർച്ചയായിട്ടും പാവപ്പെട്ട സഭകളുണ്ട്, ഇതിന് അർഹതപ്പെട്ടവരുണ്ട്. അവരെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർക്ക് ഇത് ലഭിക്കുന്നുവെങ്കിൽ ഈ സമൂഹം ഒരു വ്യക്തി മാത്രമല്ല, ഒരു ചെറിയ സമൂഹം വളരുവാനിടയായിത്തീരും എന്നുള്ള ഒരു കാര്യം എനിക്ക് ബ്രിട്ടനിലുള്ള മലയാളികളോട് ഈ സമയത്ത് ഓർപ്പിക്കുവാനുണ്ട്. ഡെയിലി മലയാളം പത്രത്തിന്റെ പ്രവർത്തകർ അവരോട് ഞാൻ ഈ സംസാരിക്കുന്നത് ഭയപ്പെട്ടോ അവർ ഭീഷണിപ്പെടുത്തിയോ ഒന്നുമല്ല. സത്യസന്ധമായ കാര്യം ദൈവത്തെ മുൻനിർത്തി കൊണ്ടാണ് അവരോട് ഞാൻ ഈ സത്യാവസ്ഥ തുറന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും നേരം ഞങ്ങളുമായിട്ട് സഹകരിച്ച തിരുമേനിക്ക് വായനക്കാരുടെ പേരിലുള്ള പ്രത്യേക നന്ദി അങ്ങേ ഞങ്ങൾ അറിയിക്കുന്നു.
നമസ്കാരം.